കണ്ടാനശ്ശേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്ന് കെപിസിസി സെക്രട്ടറി സി ശ്രീകുമാർ. കണ്ടാനശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഇക്കഴിഞ്ഞ മഴയിൽ മണ്ണിടിഞ്ഞു വീണത് ഗൌരവമായി കണക്കിലെടുത്ത് UDF സർക്കാരിന്റെ കാലത്ത് പണിതീർത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീകുമാർ. സ്വന്തമായ സ്ഥലത്ത് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം വന്ന് ഈ പ്രദേശത്തെ MLA ആയ PA മാധവേട്ടൻ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് ഓഫീസ് പൊതുജനത്തിന് കയറി വരാൻ പറ്റാവുന്ന രീതിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ പുതിയ പഞ്ചായത്ത് ഓഫീസ് പണി കഴിച്ച് അതിന് ഉദ്ഘാടനം നിർവഹിച്ചതാണ്. ആ പഞ്ചായത്ത് ഓഫീസ് ഉപയോഗിക്കില്ലെന്ന രാഷ്ട്രീയ തീട്ടൂരം കാണിച്ചുകൊണ്ട് ഈ കണ്ടാനശ്ശേരി പഞ്ചായത്ത് ഓഫീസിലെ ഭരണാധികാരികൾ മുന്നോട്ട് പോവുകയാണ്. ഏകദേശം 70 വർഷത്തോളം പഴക്കമുള്ളതും കുന്നിനു മുകളിൽ പഴയകാലത്ത് പണി തീർത്തിട്ടുള്ളതുമായ പഞ്ചായത്ത് ഓഫീസിന്റെ ബലക്ഷയ സർട്ടിഫിക്കറ്റ് പുനഃപരിശോധിക്കണം. ഏകദേശം 20 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് കെട്ടിടത്തിലേക്ക് അന്നത്തെ കാലത്ത് പണിതീർത്ത ചവിട്ടുപടികൾ മാത്രമാണ് ഓഫീസിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏകമാർഗം. പഞ്ചായത്ത് ഓഫീസിലേക്ക് പരാതിയുമായി എത്തിച്ചേരുന്നവർക്കും അംഗപരിമിതർക്കും ഓഫീസിലേക്കെത്താൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2011-2016 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ MLA PA മാധവന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. രാഷ്ട്രീയ വിരോധം മൂലം അതിനുശേഷം വന്ന ഇടതുപക്ഷ ഭരണസമിതി പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വേണ്ട നടപടികൾക്ക് തയ്യാറാകുന്നില്ല. പഞ്ചായത്തിലെ ഭവനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ബലക്ഷയ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 100 കൂട്ടം കാര്യങ്ങൾ വേണമെന്നാവശ്യപ്പെടുന്ന പഞ്ചായത്ത് സ്വന്തം ഓഫീസ് കെട്ടിടത്തിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കണമെന്നും ശ്രീകുമാർ ആവശ്യപ്പെട്ടു. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടും പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോടും ചോദിക്കട്ടെ, നിങ്ങൾ പ്രവേശനോത്സവം നടത്തിയ സ്കൂളിലെല്ലാം തന്നെ നിങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടല്ലേ അവിടേക്ക് കുട്ടികളെ കടത്തിവിട്ടത്? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെല്ലുവിളിക്കുന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത ഏതൊരു കെട്ടിടം ഈ കണ്ടാനശ്ശേരി പഞ്ചായത്ത് ഓഫീസ് മാത്രമാണ്. കെട്ടിടങ്ങളുടെ ആരോഗ്യം പരിശോധിക്കേണ്ട ആ കെട്ടിടങ്ങളുടെ ആരോഗ്യ വിദഗ്ധനായ എഞ്ചിനീയർ ഇരിക്കുന്ന ഓഫീസിന് ഉള്ളിലേക്കാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മഴയത്ത് കല്ലും മണ്ണും ഒക്കെ വന്നു പതിച്ചത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, TO ജോയ്, AA കൃഷ്ണൻ, സെബീന റിറ്റോ, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, MK അപ്പു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ റൂബി ഫ്രാൻസിസ്, CJ ആന്റണി, KS വാസു എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.